ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും ഈസി ആയിട്ട്, അതായത് നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ആ ബീഫ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ കുറച്ച് നെയ്യോടുകൂടിയുള്ള പീസാണ് വിന്താലു ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കടുക് ചതച്ചെടുത്തതാണ്. 1 കിലോ ബീഫിനാണെങ്കിൽ ഒരു 3 സവാള, അല്ലെങ്കിൽ വലുതാണെങ്കിൽ 3 ചെറുതാണെങ്കിൽ മീഡിയം സൈസ്. ഇത് കുറച്ച് ചെറിയ ജീരകവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാം. പാനൊന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുള്ള പാനിലേക്ക് തന്നെ നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയാണ് കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി, അതുപോലെ ചെറിയ ജീരകം, ഉലുവ, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കടുക്, ഒരു 2-3 പട്ട, 2-3 ഗ്രാമ്പു. ഇതൊന്നും കൂടി പോകരുത് കേട്ടോ. ഏലക്ക ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഏലക്കയുടെ തരിയായിരുന്നു എൻ്റെ കയ്യിൽ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലകളൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ചെറിയ ജീരകവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചത്, അപ്പോൾ അത് ചേർക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ കരുതി ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർക്കാമെന്ന്. ഇനിയിപ്പോൾ ആ ഒരു പൗഡർ ചേർക്കണില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി, മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. സവാള ഇപ്പോൾ ഇടണ്ട കേട്ടോ, ഫുള്ളായിട്ട് ഇടണ്ട, അത് ഞാൻ മറന്നുപോയി. അതിലേക്ക് ഫുള്ളിട്ട് ഒരു 1/4 ഭാഗം മാത്രം സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണിത് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട. ഇതുപോലെ നല്ലൊരു കളറായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആദ്യമേ തന്നെ നമ്മളിതിൽ മസാലകളല്ല ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം ആ മസാല അരച്ചിട്ട് പിന്നീട് ആ വിനീഗറിൻ്റെ ഇതും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല, നമ്മൾ എന്തായാലും ഇത് കുക്കറിൽ വേവിക്കാനുള്ളതാണ്. ഇനി ബീഫിൽ തേച്ചിട്ട് ഒരല്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്ത് ഇരിക്കണം കേട്ടോ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഓവർനൈറ്റ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചെയ്താൽ അതിലും ടേസ്റ്റ് ആയിരിക്കും. അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ ഇത് വഴറ്റിയെടുക്കാം. ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് കാശ്മീരി ചില്ലി ഞാനൊരു കളറിനും ഒരു നല്ലൊരു കൊഴുപ്പിനും വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എരിവ് കൂടിപ്പോകും. അപ്പോൾ ഈ ബീഫിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ വിന്താലുവിനല്ല ഏതിനായാലും ഒരു വിസിൽ കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് ഏറ്റവും സിമ്മിലിടാം. അതിനുശേഷം സ്റ്റീമൊക്കെ പോയി തുറക്കുമ്പോൾ ബീഫ് നല്ല റെഡി ആയിട്ടുണ്ടാവും. ഇനി ഞാൻ അത് ഈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ അടുക്ക് പാനൊന്ന് മാറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എല്ലാം കൂടി തിങ്ങി കൂടുമെന്ന് കരുതിയിട്ട്. ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഈ മസാലയിൽ കിടന്നൊന്ന് റെഡിയാവണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ കിച്ചണിലാകെ. ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ആയത്. ഈ മസാലയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ലാസ്റ്റ് ഒരിത്തിരി മധുരം, അതായത് നമ്മൾ വിനീഗർ ചേർക്കണം എന്തിനും ഒരിത്തിരി പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കണം. അത് മധുരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു കറക്റ്റ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ എടുത്ത് കഴിച്ചാലും ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇതേപോലെയാണ് എടുത്തത്, ഡ്രൈ ആക്കി. ഇതുപോലെ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വിന്താലുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിക്കാരുടെ ഒരു ഡിഷാണ് ഈ വിന്താലുവെങ്കിലും ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോവയാണ് കേട്ടോ. ഗോവൻ ഡിഷ് ഇപ്പോൾ നമ്മുടെ നാടുകളിലും ഇതുപോലെയൊക്കെ എല്ലാ ഡിഷും വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നതാണല്ലോ കിച്ചണിൽ. ഈസി ആയിട്ട് നമുക്കും നമ്മുടെ കിച്ചണിൽ ചെയ്തെടുക്കാം. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല ചൂടുള്ള ചോറ്, മോര് കറി, ക്യാബേജ് ഉപ്പേരി, ഒരു പീസ് ചെറുനാരങ്ങാച്ചാർ. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അതല്ലെങ്കിൽ പിന്നെ അപ്പം, പൊറോട്ട, ചപ്പാത്തി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്